ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഈ ഒരു മേക്കപ്പ് ലുക്കാണ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഈ വീഡിയോയിൽ ഫുള്ള് അത്യാവശ്യം ഈ വീഡിയോ നല്ല ലെങ്ത് ഉണ്ടാകും. ബിക്കോസ് ഞാൻ ഓരോ സ്റ്റെപ്പും പറഞ്ഞ് ഞാൻ ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്ന ടിപ്സ് ഒക്കെ പറഞ്ഞു വിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം യൂസ്ഫുൾ ആവണം. നിങ്ങൾ ആവശ്യമുള്ള ആളുകളായിരിക്കുമല്ലോ ഇത് കാണുന്നത്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് ഒരു മേക്കപ്പ് നമ്മൾ ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എല്ലാ കാര്യങ്ങളും ഒരുമാതിരി ഞാൻ പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യം തന്നെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒത്തിരി ടൈം എടുക്കുന്നുണ്ട് വീഡിയോ. ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞില്ല ആകാക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സൈഡിലെ സെറ്റിംഗ്സിൽ പോയിട്ട് വീഡിയോന്റെ സ്പീഡ് എടുത്തിട്ട് 1.25 അല്ലെങ്കിൽ 2x ഇട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. നിങ്ങളുടെ ടൈം അത്രയും പോകത്തില്ല. അപ്പോൾ നിങ്ങൾ ഫുൾ വീഡിയോ കണ്ടോളൂ എങ്ങനെയാണ് ഞാൻ ഈ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്തെന്നുള്ളത്. എന്നിട്ട് ഈ ലുക്കിനകത്ത് നിങ്ങൾക്ക് എന്താണ് ചേഞ്ച് കൊണ്ടുവരേണ്ടത് അല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് എന്താണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ളതും കൂടെ പറയാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണണേ. പിന്നെ നോർമൽ ഗെറ്റ് റെഡി വിത്ത് മീ ഞാൻ പറയുന്നില്ല, കുറച്ച് അബ്നോർമൽ ആയിരിക്കും. അബ്നോർമൽ എന്ന് വെച്ചാൽ അതായത് കുറച്ച് ആഡംബരമായിട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ ബ്രൈഡിനെ യൂസ് ചെയ്യുന്ന സെയിം സാധനങ്ങൾ തന്നെയാണ്. ഫിക്സഡ് ടോണർ. അപ്പോൾ ഫിക്സഡ് ടോണർ കുറച്ച് ഇങ്ങനത്തെ ഒരു കോട്ടൺ പാഡിൽ എടുത്തിട്ട് വൈപ്പ് ചെയ്യാം. ഈ ടോണർ ആക്ച്വലി ആൽക്കഹോൾ ഫ്രീ ആണ്. ഭയങ്കര നല്ലതാണ്. നമ്മുടെ മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ടോണർ ആണ് കേട്ടോ. ഏതൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ കയ്യിലും ഈ സാധനം ഉണ്ടാവും, മസ്റ്റായിട്ടും ഉണ്ടാവും. ചിലപ്പം ഈ വീഡിയോയിൽ ഞാൻ ക്യാമറയിൽ നോക്കി അത്ര കൂടുതൽ നേരം സംസാരിച്ചു എന്ന് വരില്ല. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. നല്ല അടിപൊളി ഒരു ടോണറാണ്, അടിപൊളി ടോണർ. അപ്പോൾ വേണമെന്നുള്ളത് മേടിച്ചോളൂ. മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് മേടിച്ചോളൂ. ഞാൻ ലിങ്ക് ഒക്കെ കൊടുത്തേക്കാം. ദെൻ നമുക്ക് ഈ കോട്ടൺ ഇടയ്ക്കിടയ്ക്ക് ആവശ്യം വരും. ബിക്കോസ് ഇതിനകത്ത് വലിയതായിട്ട് അങ്ങനെ അഴുക്കൊന്നും ആയിട്ടില്ല. അങ്ങനെ അഴുക്കാവില്ല. എനിവേസ് നെക്സ്റ്റ് നമ്മൾ ക്ലെൻസർ, ടോണർ, മോയ്സ്ചറൈസർ അതാണ് ചെയ്യുന്നത്. അപ്പോൾ ക്ലെൻസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഞാൻ ഓൾറെഡി ക്ലെൻസ് ചെയ്തിട്ടാണ് ഇരുന്നത്. എൻ്റെ ഫേസ് വാഷ് ചെയ്തു, ക്ലെൻസ് ചെയ്തിരുന്നു. ദെൻ ടോണർ അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് മോയ്സ്ചറൈസറിലേക്ക് പോകാം. ഐ എം ഗോയിങ് ടു മൈ ഇത് അക്വലോജിക്കയുടെ, അതായത് PAC എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ മോയ്സ്ചറൈസർ ആണ്. മോസ്റ്റ് ഓഫ് ദ ക്ലയൻസ് അല്ലെങ്കിൽ എല്ലാ ആൾക്കാരുടെ കയ്യിലും ഈ സംഗതി ഉണ്ടായിരിക്കും. ഇതൊരിക്കലും ഡയറക്റ്റ് നമ്മൾ വിരലിട്ട് എടുക്കരുത്. കാരണം നമ്മുടെ പല ക്ലയൻസിനും ഇത് യൂസ് ചെയ്യാനുള്ളതാണ്. സോ നമ്മൾ ഇങ്ങനത്തെ ഒരു യൂസ് ചെയ്യുക. എന്നിട്ട് കൈയിൻ്റെ ബാക്കിലോട്ട് ഇങ്ങനെ എടുക്കാം. ഈ വീഡിയോ കുറച്ച് ലോങ് ആയിരിക്കും. സോ നിങ്ങൾക്ക് ടൈം ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ 1.5x എങ്കിലും ഈ സ്പീഡ് അറേഞ്ച് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാണാം. അല്ലെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം, വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. ഓക്കെ, അപ്പോൾ മോയ്സ്ചറൈസർ എടുത്തു. മോയ്സ്ചറൈസർ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുവാണ്. നമ്മളിപ്പോൾ ഒരു വർക്കിന് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം ഈ കാണിച്ച പരിപാടി നമ്മൾ ഐ മേക്കപ്പ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ചെയ്യുന്നത്. ബിക്കോസ് ചിലപ്പോൾ അങ്ങനെ അല്ല, ഇങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ അത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള നമ്മൾ ഐ മേക്കപ്പ് ആദ്യം ചെയ്തിട്ട് പിന്നെ ഇത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ബിക്കോസ് നമ്മൾ ഗ്ലിറ്ററൊക്കെ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ണിൻ്റെ താഴത്ത് ഇങ്ങനെ പിഗ്മെൻ്റ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. ദെൻ മോയ്സ്ചറൈസർ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്തു. ദെൻ നമുക്ക് എന്താണ് നമ്മുടെ ഐ മേക്കപ്പിലേക്ക് പോകാം. എനിക്ക് ഐ കുറച്ചൊരു പിഗ്മെൻറ്റേഷൻ ഉണ്ട്. പക്ഷേ ഞാൻ എന്താണ് പറയുന്നത്, എൻ്റെ സ്ക്രീൻ വന്നിട്ട് സ്ക്രീൻ സേവർ മോഡിലേക്ക് പോയി. അപ്പോൾ എനിക്കൊന്നും കാണുന്നില്ല. അവർക്കറിയില്ലല്ലോ ഞാൻ കണ്ണാടിയായിട്ട് ഇതിനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിവേസ് ഞാൻ എൻ്റെ കണ്ണിൻ്റെ മുകളിൽ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ കണ്ണിൻ്റെ മുകളിൽ ആക്ച്വലി മോയ്സ്ചറൈസർ ഞാൻ അപ്ലൈ ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു പൗഡർ വെച്ചിട്ട് അതിൻ്റെ ആ ഒരു മോയ്സ്ചർ കണ്ടന്റിനെ ഒന്ന് ഒപ്പി എടുക്കണം. അപ്പോൾ യൂസിങ് ബേസ് ബ്രഷ്, ഇതൊരു പൗഡർ ബ്രഷാണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഞാൻ യൂസ് ചെയ്യുന്നത് Forever 52ൻ്റെ ഒരു എന്ത് പൗഡറാണ്, ട്രാൻസ്ലൂസൻ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി സൂപ്പർ പൗഡറാണ് കേട്ടോ. കാരണം ഇടുമ്പോൾ തന്നെ നമുക്കൊരു തണുപ്പ് അങ്ങോട്ട് ഫീൽ ചെയ്യും നമ്മുടെ കണ്ണിന്. അപ്പം ഞാൻ ജസ്റ്റ് കണ്ണിന് മാത്രം ആ ഒരു കിട്ടാൻ വേണ്ടി 2 കൊട്ട് ഇടാം. ഓക്കെ, അപ്പോൾ കണ്ണിൻ്റെ മോൾ വശത്ത് നമ്മൾ പൗഡർ ഇട്ടിട്ട് ആ ഒരു ഇതങ്ങ് എടുത്തു. അപ്പോൾ ഈ സാധനം അവോയ്ഡ് ചെയ്യാം. നമ്മൾ കണ്ണ് ആദ്യം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ, അതാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് നമുക്ക് എന്ത് സാധനങ്ങൾ വേണം, ഇതൊരു മേക്കപ്പ് ക്ലാസ് ആയി പോകുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഇങ്ങനത്തെ ഫ്ലഫി ബ്രഷുകൾ എടുക്കുക. അത് ഐ മേക്കപ്പ് ചെയ്യുന്ന ബ്രഷുകൾ എടുക്കുക. 2-3 ഇങ്ങനെ എടുത്ത് കൈ വെച്ചേക്കാം. 2-3 ആവശ്യം വരത്തില്ല, മാക്സിമം 2 ഒക്കെ
നമുക്കത് ചെയ്യുമ്പോൾ ആവശ്യം വരത്തുള്ളൂ. നമ്മൾ വേറെ ആർക്കെങ്കിലും ഒക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ആവശ്യം വരും. എന്നിട്ട് ഞാൻ എടുക്കുന്നത് അഗൈൻ ഫോർവേഡ് 52ൻ്റെ. എനിക്ക് ഫോർവേഡ് 52 കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. അതുകൊണ്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. അത് ഇത്രയും പിക്ചേഴ്സ് ഉണ്ട്, കണ്ടോ, ഒത്തിരി കളേഴ്സ് ഉണ്ട്. സോ ഒറ്റ ഇതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. സോ എനിക്കൊരു കണ്ണാടി വേണമായിരുന്നു, ഞാനത് എടുത്തില്ല. ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ബ്രൗൺ ഷെയ്ഡാണ്. 2 കൊട്ട് കൊട്ടുക. എന്നിട്ട് നമ്മൾ കണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ഒരു സൈഡാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കുറച്ച് നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യട്ടോ. 2x ഇട്ടാലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. കാരണം കുറച്ച് ഞാൻ പയ്യല്ലേ ചെയ്യണേ. ഇതൊന്നും കൂടി നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് അത് ഞാൻ ഓടിപ്പഞ്ഞ് ചെയ്തേനെ. ഓക്കേ, രണ്ടും ആയി. ദെൻ അഗെയിൻ അടുത്തൊരു ബ്രഷ് എടുത്തിട്ട് നമുക്ക് നമ്മുടെ കോർണറിൽ നമുക്കിത് ഈ ഒരു ഷെയ്ഡ് വന്നിട്ട് കുറച്ച് എന്നിട്ട് നമുക്ക് ഈ ഒരു കോർണറിലേക്ക് പോകും. ഇതൊക്കെ ഒരു എക്സ്പെരിമെൻ്റ് ആണ് കേട്ടോ. നമുക്ക് നമ്മുടെ മുഖത്തല്ലേ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു ഞാൻ ഉദ്ദേശിച്ചൊരു രീതിയിൽ തന്നെ വന്നു. ഇനി നമുക്ക് സെയിം ഈ ഒരു ലൈറ്റർ ബ്രഷ് അല്ല, നമ്മൾ ആദ്യം യൂസ് ചെയ്ത ബ്രഷ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു, പിന്നെ സ്ക്രീൻ സേവറെ ഓൺ ആവരുത്, ഞാൻ ഈ ഒരു ബ്ലാക്ക് പോലത്തെ, അതായത് ബ്ലാക്ക് ആണെന്ന് വെച്ചാൽ ബ്ലാക്ക് അല്ല, ആ ഒരു കളർ എടുത്തിട്ട് നമുക്ക് നൈസായിട്ട് ഇങ്ങനെ ഒന്ന് കൊടുക്കാം. കണ്ടാ ആ ഒരു ഡിഫറൻസ്, അതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഇവിടെ അതുപോലെ തന്നെ അങ്ങനെ കൊടുക്കാം. അബദ്ധം പറ്റരുത്, പണി പാളും. കണ്ടാ ഇങ്ങനെ കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഒരു നോർമൽ ബ്രഷ് എന്ന് പറയാൻ പറ്റില്ല, ഇതുപോലത്തെ ഒരു പെൻസിൽ ബ്രഷ് പോലത്തെ ഇങ്ങനത്തെ ഒരു ബ്രഷ് എടുത്തിട്ട്, അതായത് അറ്റം ഷാർപ്പല്ല, ഇങ്ങനെ കണ്ടോ ഇങ്ങനത്തെ ഒരു ഐറ്റം, നമുക്ക് വേദന എടുക്കരുത് ഇങ്ങനെ കുത്തുമ്പോൾ. അതുപോലത്തെ സാധനം എടുത്ത് സെയിം കളർ തന്നെ എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് അതിൻ്റെ ടിപ്പിൽ മാത്രം കൊടുത്തിട്ട് കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ അങ്ങ് കൊടുക്കാം. കണ്ണെഴുതിയോന്ന് ചോദിച്ചാൽ എഴുതിയില്ല, പക്ഷെ കണ്ണെഴുതിയൊരു ഫീൽ കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് അത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഫീൽ വന്നു. ഇനി നമുക്ക് ഈ ഒരു അറ്റത്തേക്കും കൂടി ഇങ്ങനെ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുക്കാം. പിന്നെ ഇവിടെയും ഓക്കെ. ഇനി ഗ്ലിറ്റർ ആഡ് ചെയ്യുന്ന ഓൾവേസ് ഞാൻ കൈവച്ചിട്ടായിരിക്കും. ഈ ഒരു ഫിംഗർ എടുത്തിട്ട് ഈ ഒരു ഗ്ലിറ്ററാണ് കൊടുക്കുന്നത്. നമ്മുടെ സെൻറ്ററായിട്ട് നമ്മുടെ ഐബോളിൻ്റെ കറക്റ്റ് മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഗ്ലിറ്റർ ആഡ് ചെയ്യേണ്ടത്. കണ്ട ഐബോൾ എടുക്കുക, പക്ഷെ ഐബോളിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഡോണ്ട് ഫോർഗെറ്റ്. ആൻഡ് ഓൾസോ ബ്ലെൻഡ് ചെയ്യുമ്പോൾ കൈവച്ച് ബ്ലെൻഡ് ചെയ്യണം എന്നില്ല. നമ്മൾ ആദ്യം എടുത്തിട്ടുള്ള ബ്രഷ് ഉണ്ടല്ലോ, ആ ബ്രഷ് വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. സെയിം തന്നെ ഇവിടുന്ന് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഈവൻ ആവും. കണ്ടോ, രണ്ടും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ, സെപ്പറേറ്റ് അറിയുന്നില്ല. എന്നിട്ട് ഇതിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം. ഓക്കെ ഫൈൻ. സെയിം ഈ ബ്രഷ് എടുത്തിട്ട് ഏതെങ്കിലും ഒരു ലൈറ്റർ ഷെയ്ഡ് എടുക്കാം. ഒന്നെങ്കിൽ നമുക്ക് ഇതെടുക്കാം, അല്ലെങ്കിൽ ഇതെടുക്കാം. അപ്പോൾ തൽക്കാലം ഞാൻ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് കാണുന്നില്ലല്ലേ, ഈ ഒരു കളർ എടുക്കുകയാണ്, ഒരു ലൈറ്റ് പിങ്ക് പോലെ. പിന്നെ നമുക്ക് നമ്മുടെ ഈ കോർണറിൽ ഇങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തൊട്ട് ഇങ്ങനെ കൊടുക്കാം. കണ്ടോ, അപ്പോൾ ഒരു കോർണർ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. എന്നിട്ട് ഇവിടെയും സെയിം തന്നെ ഞാൻ ബ്രഷ് പിടിച്ചിരിക്കുന്ന രീതി നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ രീതിയിൽ തന്നെ ചെയ്താൽ അതിൻ്റെ ഒരു എഫക്റ്റ് വേറെ തന്നെ ആയിരിക്കും. അപ്പോൾ ആ രീതിയിൽ ചെയ്യാം. കണ്ണിൻ്റെ ഇത്രയും പരിപാടികൾ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് കണ്ണൊക്കെ അവസാനം എഴുതാം. ഇനി നമുക്ക് നമ്മുടെ ഫേസിലേക്ക് പോകാം. ഓക്കെ, ലെറ്റ്സ് ഗോ ടു മൈ ഫേസ്. ആദ്യം നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഒരു മിനിറ്റ്, ഞാൻ കട്ട് ചെയ്യുവാണേ. ഞാൻ കട്ട് ചെയ്തത് ഇതിനെടുക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ
നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന സാധനം എങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ. ഓക്കെ, ദെൻ നമ്മൾ നമ്മുടെ ഫേസിലേക്ക് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇത് വന്നിട്ട് എല്ലാം ഞാൻ കമന്റിൽ പ്രോഡക്റ്റ് ഞാൻ ടാഗ് ചെയ്തേക്കാം. ഇതൊരു PACയുടെ ബ്രഷാണ്. രണ്ടും ആപ്ലിക്കേറ്റഡ് ബ്രഷ് തന്നെയാണ്, ചെറുതും വലുതും ഉണ്ട്. അപ്പം ഞാൻ ചെറുത് യൂസ് ചെയ്തിട്ടാണ് ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, കൺസീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ദിസ് ഇസ് കൺസീലർ പാലറ്റ്, എല്ലാ ഷെയ്ഡുകാർക്കും പറ്റും. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ ഒരു സിമിലർ ഷെയ്ഡാണ് ഞാൻ എടുക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഇങ്ങനെ എടുത്തെടുത്ത് ഞാൻ ഒരിക്കലും എൻ്റെ കണ്ണിൻ്റെ ആ ഒരു കറക്റ്റ് ഏരിയയിലേക്ക് ഒരിക്കലും ഞാൻ കൺസീൽ ചെയ്തില്ല. ഞാൻ ഇങ്ങനെ ഇവിടെ ഒരു സെൻറ്റിമീറ്റർ എന്ന് പറയാനില്ല, ഒരു 1/2 സെൻറ്റിമീറ്റർ വിട്ടിട്ടാണ് ഞാൻ എപ്പോഴും എൻ്റെ കണ്ണ്, അത് ഞാൻ ഇപ്പോൾ വർക്കിന് പോകുകയാണെന്നുണ്ടെങ്കിലും എൻ്റെ ബ്രൈഡ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിലും ഞാൻ അങ്ങനെ തന്നെ ചെയ്തുള്ളൂ. കാരണം ഇല്ലെങ്കിൽ കണ്ണിനടിയിൽ ഭയങ്കരമായിട്ട് കണ്ണിനടിയിൽ എല്ലാവർക്കും ആ വ്രിങ്കിൾസ് ഉണ്ടാകും. അതിപ്പോൾ എത്രയാണെന്ന് പറഞ്ഞാലും ഉണ്ടാകും. നമ്മൾ ഒരു കേക്കി എഫക്റ്റ് കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. സോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അങ്ങനെ ചെയ്യാം. ഇതേതാണ്ട് എൻ്റെ ഒരു കളർ കറക്റ്റ് മാച്ചായിട്ടുള്ള ഒരു ഷെയ്ഡ് ആയതുകൊണ്ടാണ് എനിക്ക് അത്രയ്ക്കൊരു ഭയങ്കര പിഗ്മെൻ്റ് ഇല്ല. അല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇതിന് ഓറഞ്ച് കറക്റ്റർ വെച്ചിട്ട് ചെയ്യേണ്ടി വന്നേനെ. സോ എനിക്ക് അത്രയ്ക്കൊരു പ്രശ്നം ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഓറഞ്ച് കറക്റ്റർ യൂസ് ചെയ്യുന്നില്ല. ഇത് നമ്മൾ കൺസീൽ ചെയ്തു, കൺസീലർ അപ്ലൈ ചെയ്തു. എന്നിട്ട് നമ്മൾ കുറച്ചൊരു 2 സെക്കൻഡ് നമ്മൾ വെയിറ്റ് ചെയ്യണം. അതെന്തിനാണെന്ന് വെച്ചാൽ അപ്പം തന്നെ നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ പോയാൽ അതങ്ങോട്ട് ചുമ്മാ അലമ്പായിട്ടിരിക്കും. ഒരു 2 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് വേണം എപ്പോഴും കേട്ടോ. നിങ്ങൾ സ്വയമായിട്ട് ചെയ്യുമ്പോഴും കൺസീലർ ഇല്ലെങ്കിലും കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ഇടുവാണെന്നുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ബ്ലെൻഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവ് ആയിരിക്കും. ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് ഇത് ഉറങ്ങുമ്പോഴത്തേക്കിനും നമ്മുടെ ഐ മേക്കപ്പ് ചെയ്യാവേ. ഐ മേക്കപ്പ് എന്ന് വെച്ചാൽ ഐബ്രോ ചെയ്യാം. PACയുടെ തന്നെയാണ്. ഇതൊക്കെ എല്ലാവരും യൂസ് ചെയ്യുന്ന, എല്ലാ ആർട്ടിസ്റ്റിൻ്റെ കയ്യിലുള്ള സാധനമാണ്. ബട്ട് സ്റ്റിൽ കാണിച്ചതേ ഉള്ളൂ. ഞാൻ പ്രൊഡക്റ്റ് വേണ്ടവർക്ക് കൊടുത്തേക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടുന്ന് ഞാൻ താഴത്തുനിന്നൊരു വര വരച്ചു കൊടുത്തു. ആ ഒരൊറ്റ വരയെ വരയ്ക്കാവുള്ളൂ, പിന്നെ വരയ്ക്കാൻ നിൽക്കരുത്. ആദ്യത്തെ തന്നെ ശരിയാക്കുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ബിക്കോസ് രണ്ടാമത് ഒരിക്കൽ കൂടെ വരയ്ക്കാൻ പോയാൽ അത് കൊളാവാനാണ് ചാൻസ് കൂടുതൽ. നിങ്ങൾ ഭയങ്കര ഓക്കെ. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരരുത്, ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ നല്ല രീതിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് സെറ്റാക്കാം. എന്നിട്ട് ഈ ഒരു ഏരിയ എടുത്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ശരിക്കും നല്ല കുറച്ച് ബലത്തിൽ തന്നെ പിടിച്ചോളാം. എന്നിട്ട് അതിനെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഇതാക്കി കൊടുക്കാം കേട്ടോ. ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഗ്യാപ്പൊക്കെ അങ്ങോട്ട് ഫില്ലായി നല്ലൊരു ലുക്ക് കിട്ടും. ദെൻ ഈ ഏരിയ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നോക്കിക്കേ, അപ്പോൾ ഒരു നാച്ചുറൽ ലുക്കുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കി വേണ്ടത് ചുമ്മാ ഇതിനകത്ത് ബ്രഷ് ഇതില്ല, നമ്മൾ പിന്നെ അതിൽ പോയിട്ട് അതിൻ്റെ എമൗണ്ട് എടുത്തിട്ടില്ല. സാധനം എടുത്തിട്ടില്ല. എക്സസ് ഉള്ളത് മാത്രം, അത് കൂടുതൽ അതിനകത്ത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് മാത്രം യൂസ് ചെയ്തു. പക്ഷെ ഒരു ഐബ്രോ ഫില്ല് ചെയ്തു. കണ്ട നാച്ചുറൽ ആയിട്ടാണ് ഇരിക്കുന്നത്. കണ്ടമാനം നമ്മൾ പില്ലേച്ചൻ ആയിട്ടില്ല. നമ്മൾ ഐബ്രോ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. 2 ഐബ്രോയും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. നല്ല രീതിക്ക് തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ദെൻ നമുക്ക് ഇങ്ങനത്തെ ഒരു ബ്രഷ്, അതായത് കൺസീലർ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ആപ്ലിക്കേഷൻ ബ്രഷ് കഴിഞ്ഞിട്ട് അതിനെ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലെൻഡർ ബ്രഷാണ് ഇങ്ങനത്തെ സാധനം കേട്ടോ. അപ്പോൾ ഇതിങ്ങനത്തെ ഒരു ബ്ലെൻഡർ ബ്രഷ് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഒരിക്കലും ഇട്ടിട്ട് ഇങ്ങനെ കാണിക്കരുത്. ഇങ്ങനെ കണ്ണിന് എപ്പോഴും ഞാൻ കണ്ടോ ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. കണ്ണിന് ഒരിക്കലും കണ്ണിൻ്റെ ആ ക്ലോസ് കൊണ്ടുപോകരുത്. കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഭയങ്കര കേക്കി എഫക്റ്റ് കിട്ടും നിങ്ങളുടെ കണ്ണിന്. നിങ്ങൾ വേണമെന്ന് വിചാരിച്ചാൽ പോലും അത് പിന്നെ മാറ്റാൻ പറ്റത്തില്ല. സോ അത് നിങ്ങൾ ഓർത്തോളുക. ദെൻ നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇത് കുറച്ചുകൂടെ വലിയ ബ്രഷ് വേണമെങ്കിൽ വെച്ചിട്ട് ചെയ്യാം. പിന്നെ കൺസീലർ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചെറിയ രീതിക്ക് ഇത് ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടോ കണ്ണ് ആ ഒരു അണ്ടർ ഐ
ഡാർക്ക്നെസ് ഉണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ അത് കവറായി. പക്ഷെ നമ്മൾ എക്സ്ട്രാ കണ്ണിന് ഒരു ലെയർ കൊടുത്ത പോലെ ഇപ്പം ഇരിക്കുന്നത്. അല്ലാതെ അത് അലമ്പായിട്ട് മൊത്തത്തിൽ അവിടെ കൊണ്ട് വെച്ച് ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ഒരുമാതിരി ചൈന കണ്ണുകാരെ പോലെ ഇരിക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കണം, മസ്റ്റായിട്ടും ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ ലുക്കേ മാറിപ്പോവും. അതായത് ഞാൻ മേക്കപ്പ് ചെയ്ത് നമ്മളിത് പഠിച്ചതിൻ്റെ എന്താണ് എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് പല മണ്ടത്തരങ്ങളും പറ്റിയിട്ടുണ്ട്. അതിനകത്തുനിന്ന് ഞാൻ സ്വയം കണ്ടുപിടിച്ച് സ്വയം കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, പക്ഷെ എനിക്ക് കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ തന്നെ കണ്ടുപിടിക്കേണ്ടി വന്നു. നിങ്ങൾ പത്രം കഷ്ടപ്പെടണ്ടെന്ന് ഓർത്ത് ഞാൻ പറഞ്ഞു തരാണ്. എനിവേയ്സ് കുറച്ചൊരു 2 minutes നമ്മൾ വെച്ചത് കൊണ്ടുണ്ടോ എന്തൊരു ഈസി ആയിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റി. സെയിം തന്നെ ഒരു കേക്ക് എഫക്റ്റ് ഇല്ല. അത് ഈ ബ്രഷിലൊക്കെ എക്സസ് ആയിട്ട് ഉണ്ടാവുമേ. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചുമ്മാ അങ്ങ് അപ്ലൈ ചെയ്ത് അങ്ങോട്ട് ഇവിടെയൊക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് വിടുവാണെന്നുണ്ടെങ്കിൽ ഒരു മൊത്തത്തിലൊരു ഈവൻ കളറായി വരും. അതൊരു ഭയങ്കര സംഗതിയായിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും ഫൗണ്ടേഷൻ ഇടുന്നതിന് തൊട്ട് മുന്നേ വരെ നമ്മുടെ ഫേസ് നല്ല കിടുക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. നമുക്ക് കണ്ണിൻ്റെ ഇച്ചിരി ഇവിടെ എവിടെയോ ഒരു എക്സസ് ആയിട്ട് ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കൊന്ന് നോക്കാം. എന്നിട്ട് ഇത് നമ്മുടെ നോർമൽ ആപ്ലിക്കേറ്റർ, നമ്മൾ യൂസ് ചെയ്ത ആപ്ലിക്കേറ്റർ ബ്രഷ് അല്ലാണ്ട്, ബ്ലെൻഡിങ് ബ്രഷ് അല്ലാണ്ട് വേറൊരു ബ്ലെൻഡിങ് ബ്രഷ് എടുത്തിട്ട് കണ്ണിൻ്റെ അവിടെ മാത്രം നമ്മൾ ഇങ്ങനെയും കൂടെ ഒന്ന് കാണിക്കുമ്പോൾ എക്സസ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഈ ബ്രഷിങ് എടുത്തോളും. കണ്ടോ, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടോ? ഇവിടെ കുറച്ച് കൂടുതലായിട്ടുണ്ട്, ഇവിടെ നോർമലായി. അപ്പോൾ ഇതൊക്കെ ഒരു ടിപ്പായിട്ട് എടുക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് സ്കിപ്പ് ചെയ്യാനായിട്ട് സത്യത്തിൽ ഇതിനകത്തൊന്നുമില്ല. മേക്കപ്പ് പഠിക്കണം അല്ലെങ്കിൽ കാണണം എന്നുള്ള ആൾക്കാർക്ക് ഇതൊക്കെ ഒരു ഭയങ്കര ബേസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് അത്യാവശ്യമാണ്. ദെൻ കൺസീലർ കഴിഞ്ഞു. ഫൗണ്ടേഷൻ ശരിക്കും ഞാൻ എൻ്റെ ഷെയ്ഡൊന്നും നോക്കുന്നില്ല കേട്ടോ. ഞാൻ ഷെയ്ഡ് നോക്കിയിട്ടല്ല ഇപ്പോൾ ഫൗണ്ടേഷൻ എടുക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ യൂസ് ചെയ്യുന്നത് ഷോപ്പറലിൻ്റെ ഒരു ഫൗണ്ടേഷനാണ്. കാരണം നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഷെയ്ഡൊന്നും കിട്ടണം അല്ലെങ്കിൽ എടുക്കണം എന്നൊന്നും ഉണ്ടാവില്ല. നമ്മൾ പോകുന്ന ആളുകളുടെ ഷെയ്ഡായിരിക്കും നമുക്ക് ആവശ്യം. സോ എൻ്റെ കയ്യിൽ കുറേ ഷെയ്ഡുകളുണ്ട് അങ്ങനെ. അപ്പം ഞാൻ ഏതെങ്കിലും ഒരു ഷെയ്ഡ് അങ്ങ് യൂസ് ചെയ്തേക്കാം. അപ്പം നിങ്ങൾക്കറിയാമല്ലോ നമ്മുടേതല്ലാത്ത ഷെയ്ഡ്, അയ്യോ ഇത് എൻ്റെ തന്നെ ഷെയ്ഡാണല്ലോ. ഇതിലാക്കിയിട്ട് ഒരു വ്യത്യാസമില്ല, എൻ്റെ തന്നെ ഷെയ്ഡാണ്. ഞാൻ ഉദ്ദേശിച്ചത് കുറച്ച് ലൈറ്റർ ആയിട്ടുള്ള ഒരു ഷെയ്ഡ് വെച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ എൻ്റെ ഉദ്ദേശം തെറ്റിപ്പോയി. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതായത് നമ്മുടേതല്ലാത്തൊരു ഷെയ്ഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് ഞാൻ അത് തന്നെ ഒരു വീഡിയോ ഞാൻ ചെയ്യാവേ. ഇത് നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുവാണ്. ഓർക്കുക, കണ്ണിൻ്റെ ഇവിടുന്ന് താഴത്തോട്ട് മാത്രം പോയാൽ മതി. കണ്ണിൻ്റെ അവിടെയൊന്നും ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യേണ്ട ആവശ്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ അറിയില്ലെങ്കിൽ തൊടാതിരിക്കുന്നതാണ് നല്ലത്. നല്ലപോലെ അപ്ലൈ ചെയ്യുക. എൻ്റെ ഇപ്പുറത്തെ വശം വെച്ചിട്ടും അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് പരിപാടി കഴിയും. ഞാനിപ്പോൾ അങ്ങനെ അങ്ങ് അപ്ലൈ ചെയ്യുന്നില്ല. എടുത്ത ഫൗണ്ടേഷൻ മൊത്തം തീർക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ദെൻ ഈ ബ്രഷ് എടുത്തിട്ട് ഇതിൻ്റെ ഈ റിസൾട്ട് ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇത് വരുന്ന വെച്ചിട്ട് അങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇത് ആക്ച്വലി ആപ്ലിക്കേഷൻ ബ്രഷാണ്, മനസ്സിലാക്കാം. ഇങ്ങനെ ചെയ്യാം കേട്ടാ. ആ നെറ്റിയിൽ ഞാൻ മനഃപൂർവ്വം അവിടെ കുറച്ച് നേരം ഇരുന്നോട്ടേ എന്ന് വെച്ചതാട്ടോ. കാരണം നമ്മളിതുവരെ നെറ്റിയിലൊന്നും ചെയ്തിട്ടില്ലല്ലോ. ആക്ച്വലി ഈ വീഡിയോ എത്ര നേരം വരും എന്ന് എനിക്കറിയില്ല. ബട്ട് ഐ എം വെരി ഹാപ്പി ബിക്കോസ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ, ഇപ്പോൾ ബ്രൈഡൽ മേക്കപ്പ് ഞാൻ എൻ്റെ മേക്കപ്പ് തന്നെയാണ് ചെയ്തത്. എനിക്കറിയാമായിരുന്നു വേറെ ആരും, പക്ഷേ അറിയില്ലാത്ത ആർക്കും തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതെനിക്കൊരു ഉപകാരമായാലോ. സെയിം തന്നെ ഇവിടെ. അപ്പം നിങ്ങൾ വിചാരിക്കും കംപ്ലീറ്റ് ഈവൻ ആയെന്ന്, പക്ഷേ ആക്ച്വലി കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഞാൻ ഈ ബ്രഷിൻ്റെ തന്നെ, അതായത് ആപ്ലിക്കേറ്റർ തന്നെ ഇത് വെച്ചിട്ട് ഇതിനെ ബ്ലെൻഡ് ചെയ്തതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക്
നെക്സ്റ്റ് ഫൗണ്ടേഷൻ ബ്രഷ്, അതായത് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ഫൗണ്ടേഷൻ നമ്മുടെ ഈ ബ്രഷ് യൂസ് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഇനി ഇത് യൂസ് ചെയ്യാണ്. അപ്പോൾ എക്സസും ഇങ്ങനെ പോരും. ഇതിനകത്ത് പ്രത്യേകിച്ച് ഇപ്പോൾ ഫൗണ്ടേഷൻ ഒന്നും പറ്റിയിട്ടില്ലല്ലോ. അപ്പം കണ്ണിനടിയിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ കേട്ടോ, ഇങ്ങനെ ഇങ്ങനെ ഒരിക്കലും ഇട്ട് ഉരയ്ക്കരുത്. ബ്രേരി ഞങ്ങൾക്ക് പറയും. ഇനി നമുക്ക് നമ്മുടെ നെറ്റി, ഓക്കെ. ആക്ച്വലി ഇപ്പോൾ എൻ്റെ ഫേസിൽ നിങ്ങൾ നോക്കുമ്പോൾ അറിയാം, നിങ്ങൾക്ക് ഒരു കോണ്ടോർ എഫക്റ്റ് കിട്ടുന്നില്ല. അത് ഞാൻ എൻ്റെ കൺസീലർ വെച്ചിട്ട് ഞാൻ ഈ ഒരു ഏരിയ മാത്രം ഞാൻ ആദ്യം ചെയ്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ കിട്ടിയത്. അത് ഓരോരുത്തരുടെ ഫേസിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ടിരിക്കും, എല്ലാവർക്കും അത് കിട്ടണമെന്നില്ല. അപ്പം നമുക്ക് നെക്സ്റ്റ് നമ്മൾ പോകുന്നത് കോണ്ടോറിലേക്കാണ്. ഞാൻ മാഴ്സിൻ്റെ കോണ്ടോറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. യൂസ് ചെയ്യാൻ പോകുന്നത് കുറച്ചൊരു ഡീപ്പർ ടോണിലേക്ക് തന്നെ പോവാണ്. ഈ ടോണിലെടുത്തിട്ട് അങ്ങനെ ഒത്തിരി ചെയ്യുന്നില്ല കേട്ടോ, ലൈറ്റായിട്ട് ചെയ്യുന്നുള്ളൂ. മൂക്കിന് ഇങ്ങനെ വളരെ ലൈറ്റായിട്ട് മാത്രം ചെയ്യുന്നുള്ളൂ കേട്ടോ. മൂക്കൊന്നൊന്ന് ഷേപ്പ് ആകാൻ വേണ്ടി മാത്രം ആക്കുന്നു. ദെൻ താടിൻ്റെ ഇവിടെയും കുറച്ചൊന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടാണ്, റൗണ്ട് ഷേപ്പ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നെറ്റി കുറച്ച് അൺഈവനായിട്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് നെറ്റിയിലും കൂടി കുറച്ച് അങ്ങോട്ട് കൊടുക്കാം. ഓക്കെ, ബ്ലെൻഡ് ചെയ്യാം. ഞാൻ ഈ ബ്രഷൊക്കെ ഇട്ട് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം എന്നില്ല. ഇതിന് ബ്ലെൻഡർ തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ബ്ലെൻഡിങ് ബ്രഷ് തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ് കേട്ടോ. ഈ ഒരു എൻ്റെ ഒരു അറ്റം കിട്ടുവാണെങ്കിൽ കുറച്ചും കൂടെ സ്മൂത്ത് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങളിങ്ങനെ ചെയ്യണമെന്നില്ല, നോർമലി ബ്രഷ് തന്നെ വെച്ചിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ സെറ്റ് ചെയ്യാം. ട്രാൻസ്ലൂസൻ പൗഡർ തന്നെ, കാരണം ഞാൻ യൂസ് ചെയ്യുന്നത് പൗഡർ ബ്ലഷാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്രീം സാധനങ്ങളെല്ലാം എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം, എന്നിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കണ്ണിൻ്റെ താഴെവശം സെറ്റ് ചെയ്യാം. വാവ്, ഉണ്ടോ ഡിഫറൻസ് ഉണ്ടോ? ദെൻ ഇവിടെ ബ്രഷ് ഞാൻ യൂസ് ചെയ്യുന്ന രീതിയും ഇതെങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കിക്കോളാം. അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. അല്ലാണ്ട് തോന്നിയാൽ മാറ്റി ചെയ്താൽ കുറച്ചൊരു നോർമൽ പൗഡർ ഇടുന്ന പോലെ ചെയ്യരുത്, അലമ്പായി പോവും. മൂക്കിൻ്റെ ഈ ഒരു വശത്തേക്ക് നമ്മൾ ചെയ്യുന്നില്ല കേട്ടോ, പൗഡർ ഇടുന്നില്ല. ഞാൻ എവിടെയൊക്കെ പൗഡർ ഇടുന്നില്ല എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ശ്രദ്ധിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എവിടെയൊക്കെ ഇടാതെ ഉണ്ട് എന്നുള്ളത്. അല്ല, നെറ്റിയിലൊരു ഗ്ലാസ് പോലെ ഉണ്ടായിരുന്നു പൗഡർ ഇല്ലാത്ത സ്ഥലം, അതങ്ങ് മാറി. ദെൻ നമുക്ക് കുറച്ച് ലാവിഷായിട്ട് കുറച്ച് പൗഡർ എടുത്തിട്ട് ഇത് ആർക്കും ചെയ്യാം, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. സോ ദാറ്റ് ഓക്കെ. ബ്ലഷ് നമ്മൾ യൂസ് ചെയ്യുന്നത് എൻ്റെ പാലറ്റ് 452 ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെടുത്തു, ജസ്റ്റ് ഇവിടെ ഇങ്ങനെ തട്ടി, ഒത്തിരി തട്ടരുത്, കൈയിൻ്റെ ബാക്കിൽ തട്ടുക, അല്ലെങ്കിൽ നമ്മൾ കോമാളിയെ പോലെ ഇരിക്കും. തട്ടുക, തിരിക്കുക,
കണ്ടാ, ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഭയങ്കര മോശമായിരിക്കും. കണ്ടാ, ഒറ്റ തട്ടേ തൊട്ടുള്ളൂ, എന്തോരം വന്നറിയും. ഇതെല്ലാം നമ്മുടെ മുഖത്ത് വരേണ്ടതാണ്. ഇപ്പൊ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുങ്ങുന്നതുകൊണ്ടാണ് ഞാൻ കുറച്ച് ബ്ലഷ് കൂടുതൽ ഇടുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇത്രയും ബ്ലഷ് പ്രിഫർ ചെയ്യാറില്ല മോസ്റ്റ്ലി. ഞാൻ അത്ര ബ്ലഷ് ഫാനല്ല. എനിക്ക് അത്ര റെഡിഷ് ആയിട്ടിരിക്കണം അങ്ങനെയൊന്നുമില്ല. സോ കുറച്ച് ഹൈലൈറ്ററും കൂടി ഇടാം. ഹൈലൈറ്ററിന് വേണ്ടിയിട്ട് നമ്മുടെ ഹൈലൈറ്റർ ബ്രഷ്, ഈ ബ്രഷ് എടുക്കണം. ഹൈലൈറ്റർ രണ്ട് തട്ട്. കേട്ടാ, വാവ്. കണ്ണിന്റെ ഈ ഒരു ഏരിയയിൽ വന്നില്ല. അപ്പോൾ നമുക്ക് കൈ വെച്ചിട്ട് ഇങ്ങനെ 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 തൊട്ട് കൊടുക്കാം. അതൊരു ഭയങ്കര ഇമ്പാക്ട് വരും കേട്ടോ നിങ്ങളുടെ മേക്കപ്പിനകത്ത്. ഞാനിപ്പോൾ കൈ വെച്ച് തൊട്ട് കൂടുതലായെന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. ഞാനിപ്പോൾ തന്നെ സെറ്റപ്പ് ആക്കും. ഓക്കെ, ചുമ്മാ വേണമെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് ചുമ്മാ ഇങ്ങനെ ചുമ്മാ ഒരു കാര്യമില്ല, എന്നാലും വെറുതെ നമ്മുടെ നെറ്റിയിൽ ഇച്ചിരി ആ ഒരു ബോൺ ഏരിയ ഒന്ന് തെളിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രം. കണ്ടോ, ഞാൻ നോക്കുമ്പോൾ കണ്ട അതിന് വേണ്ടി മാത്രം ഇവിടെയും കറക്റ്റ് കിടക്കാം. ഹൈലൈറ്റർ ആക്ച്വലി എനിക്ക് ഇഷ്ടമാണ്. ഓൾറെഡി വാരിക്കോരി ഇടുന്നത്. എല്ലാവർക്കും ഞാൻ അങ്ങനെ ഇടണം എന്നില്ല, ബിക്കോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്നില്ല. ദെൻ നമുക്ക് കണ്ണെഴുതാം. ആദ്യം മസ്കാരയാണ് യൂസ് ചെയ്യുന്നത്, എന്നിട്ടാണ് കണ്ണിലേക്ക് പോകുന്നത്. ബിക്കോസ് അതായിരിക്കും നല്ലത്. നമ്മൾ ഫേക്ക് ലാഷ് ഇന്ന് വെക്കുന്നൊന്നുമില്ല കേട്ടോ. ഇതൊരു നോർമൽ ലുക്ക് ക്രിയേറ്റ് ചെയ്യല്ലേ, അതുകൊണ്ട് ഞാൻ ഫേക്ക് ലാഷ് എന്തിനാ വെറുതെ ഒരെണ്ണം കളയുന്നത് എന്നുള്ള ധാരണയിൽ ഈ മസ്കാര ഉണ്ടെങ്കിൽ ഫേക്ക് ലാഷ് വെച്ചൊരു എഫക്റ്റ് കിട്ടും. ഞാൻ പറയാതെ തന്നെ ഇപ്പോൾ മനസ്സിലായല്ലോ. അതിന് വേണ്ടിയാണ് ഇത് തന്നെ യൂസ് ചെയ്യുന്നത് കേട്ടോ, ഈ മസ്കാര. ഇന്ന് ഞാൻ തന്നെ പേഴ്സണൽ യൂസിന് എടുക്കാറേ ഇല്ലാത്തൊരു സാധനമാണ്. നമ്മൾ പൊതുവെ അങ്ങനെ എടുക്കാറില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു കുറച്ച് മേക്കപ്പ് അങ്ങനത്തെ വീഡിയോസ് ചെയ്യാം. അപ്പം അങ്ങനെയുള്ള സീരീസിൽ നമുക്കിത് യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. നമുക്ക് ആ ഒരു ലുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ ഈ ഒരു സംഗതി ചെയ്യണ പോലെ നമ്മൾ പേഴ്സണൽ യൂസിന് ഞാൻ യൂസ് ചെയ്യുന്ന മേബിലിൻ്റെ ഒക്കെ നല്ലതാണ്. എന്നാലും ഈ ഒരു എഫക്റ്റ് അത് കിട്ടത്തില്ല. കണ്ണെഴുതാതെ തന്നെ കണ്ണവിടെ ഉണ്ട്. ഇത്ര നേരം കണ്ണവിടെ ഉള്ളതായിട്ട് അറിയായിരുന്നു. ആ കണ്ണിൻ്റെ ആ മുകളിലത്തെ മേക്കപ്പ് ഒക്കെ ഇപ്പോഴാണ് അറിയുന്നത്. ഇനി നമുക്ക് കണ്ണെഴുതാം. ജെൽ ഐലൈനർ ആണ് യൂസ് ചെയ്യുന്നത്, 452ൻ്റെ. ജെൽ ഐലൈനർ ആയതുകൊണ്ട് തന്നെ എടുത്തിട്ട് മുഴുവൻ അടയ്ക്കണമെന്നില്ല, കുറച്ചെങ്കിലും ഒന്ന് അടച്ചു വെച്ചേക്കണം കേട്ടോ. നമുക്ക് കണ്ണെഴുതാം. ഈ കണ്ണു ഇതുപോലെ തന്നെ എഴുതട്ടെ കേട്ടോ. എൻ്റെ മുകൾ വശം എഴുതി. ഇനി അടിവശം നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അത്ര ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നില്ല. ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ. ബിക്കോസ് നമ്മളിതൊരു ട്രഡീഷണൽ ലുക്ക് അല്ല ഉദ്ദേശിക്കുന്നത്. ട്രഡീഷണൽ ആണോ എന്ന് വെച്ചാൽ ആണ്, അല്ലേന്ന് വെച്ചാൽ അല്ല. അങ്ങനത്തെ ഒരു ലുക്കാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ മതി. ഇനി നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ ഈ സാധനം മറക്കാണ്ട് ചെയ്യണം.
അപ്പോൾ നമ്മൾ ആദ്യം മസ്കാര ഇട്ടല്ലോ, ഇനി നമ്മൾ ഒരിക്കൽ കൂടെ മസ്കാര ഇടാൻ പോകും. അപ്പോൾ കുറച്ചും കൂടെ നമ്മുടെ കണ്ണങ്ങൾ വീട്ടിറന്ന് വരും കേട്ടോ, 2 തവണ മസ്കാര ഇടുമ്പോൾ. അപ്പോൾ അതാണ് നമ്മൾ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചങ്ങിടണം. മറ്റേ മസ്കാര ഇടുമ്പോൾ എല്ലാവരുടെയും മുഖം ഇങ്ങനെ ഇതുപോലെ തിരിച്ചങ്ങിടണം. സിമ്പിൾ. ലിപ് ലൈൻ ചെയ്യാം. ദെൻ ഒരു പാലറ്റ്, ലിപ്സ്റ്റിക് പാലറ്റ് എടുക്കുക. എന്നിട്ട് 2-3 കളറങ്ങ് മിക്സ് ചെയ്യാം. ഈ ഒരു കളറും ഈ ഷെയ്ഡും ഒരു ഓറഞ്ചും, സത്യം പറയട്ടെ ഒരു പ്ലാനും ഇല്ലേ, ചുമ്മാ ഇപ്പം ചെയ്യുന്നതാണ്. ഓറഞ്ചും പിന്നെ ഒരു ഇച്ചിരി റെഡും. ഓറഞ്ച്, ഇത് റെഡ്, ഓറഞ്ച്, ഇത് റെഡ്, ഇത് ഓറഞ്ച്. അപ്പോൾ നമുക്ക് ഓറഞ്ചിൻ്റെ അവിടെ വെച്ച് മിക്സ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്യാം. മിക്സ്. റെഡ് എന്താവുമെന്നറിയില്ല. ഒരു ഓറഞ്ച് ഇച്ചിരി കൂടി നിൽക്കുവാണല്ലേ. ഈ ലുക്കിന് മാച്ച് ആവുന്നുണ്ടോ? കുറച്ച് ഡാർക്ക് ആക്കാം. ഇതത്ര മാച്ച് ആവുന്നില്ല. സോ എങ്ങനെ ഡാർക്ക് ആക്കുന്നതെന്ന് അറിയാമോ? ഭയങ്കര ബ്രൈറ്റ് ആയി പോയാൽ ഏതെങ്കിലും ഒരു ഡാർക്ക് ഷെയ്ഡ് എടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ഉണ്ടോ, ബ്ലാക്കിൽ 2 കുത്തണം. എന്നിട്ട് ബ്ലെൻഡ് ചെയ്യാം. ഇത് കണ്ണാടി കാണിച്ചു തരാവേ. ചിലപ്പോൾ ഓർക്കും ബ്ലാക്ക് ഇടുമ്പോൾ അങ്ങ് ഡാർക്കായി പോയാലോ. അങ്ങനെ ഒരിക്കലും ആകത്തില്ല കേട്ടോ. അല്ലെങ്കിൽ ബ്ലാക്ക് തന്നെ ഇടണം. ഷെയ്ഡ് വേണോ? കുറച്ചധികം ഡാർക്കായി പോയോ? അപ്പോൾ നമുക്ക് പാലറ്റ് മാറ്റി വെച്ചിട്ട് വേറൊരു ഷെയ്ഡ് യൂസ് ചെയ്യാം. ഞാൻ വിചാരിച്ചു വേണ്ട, ഈ ഷെയ്ഡ് തന്നെ ഇരിക്കട്ടെ, ഗ്ലോ സപ്ലൈ ചെയ്യാം. ഇരിക്കട്ടെ. ഇനിപ്പിടി ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ആണേ, നല്ല ഗ്ലോസ് ആട്ടോ. ഞാൻ എൻ്റെ ഒരു ഉടുപ്പെടുത്തിട്ടു. ഇത് ആക്ച്വലി എനിക്ക് ബ്രൈഡ് ടു ബിക്ക് എൻ്റെ അനിയത്തി ഗിഫ്റ്റ് ചെയ്ത ഒരു ഡ്രസ്സാണ്. സോ ഞാൻ ഈ കമ്മൽ ഞാൻ ചെന്നൈ പോയപ്പോൾ ഡിപ്പേന്ന് മേടിച്ച് ഇന്ന് വരെ ഞാനിത് ഉപയോഗിച്ചിട്ടില്ല. സോ ഇത് എനിക്ക് തോന്നുന്നു ഇതിന് ഒരു കോൺട്രാസ്റ്റ് മാച്ച് ആവുന്ന, ഇതെന്തൊരു ലുക്കാണെന്ന് എനിക്കറിയില്ല. ബട്ട് എനിവേസ് ഒരു വെറൈറ്റി സാധനമാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തായാലും ഞാൻ ഉദ്ദേശിച്ച പോലെ സാധനം വന്നു എന്നുള്ളതാണ്. ഇത് ഞാൻ വിചാരിച്ച് പൊട്ട് വെക്കണം എന്ന് പ്ലാൻ ചെയ്യുന്നില്ല. എങ്ങനെയുണ്ട്? മുടി എന്തെങ്കിലും കൂടെ ചെയ്യണോ? ഫേസ് ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ടോ മേക്കപ്പ്? ഈ വീഡിയോ ആക്ച്വലി എത്ര മിനിറ്റ് ഉണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് ഇതിനകത്ത് ഇഷ്ടപ്പെടാത്തത് എന്നുള്ളത് പറയാം. നിങ്ങൾക്ക് അറിയില്ലാത്ത എന്തെങ്കിലും കാര്യം ഞാൻ പറഞ്ഞായിരുന്നെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ അത് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് വേറെ വീഡിയോ ചെയ്യണം. ചിൽഡ്രൻ ബൈ.